ലോക മലയാളികൾക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ഹൈബറൽ മെൻസ് ക്ലോത്തിങ് ആൻഡ് ഹരിത ഫുഡ് സെൽ. നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ടിനി ടോം, ബിജുകുട്ടൻ, കലാഭവൻ പ്രചോദ്, KBS. വെൽക്കം. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ഹൈബറൽ മെൻസ് ക്ലോത്തിങ് ആൻഡ് ഹരിതം ഫുഡ് സെൽ. ഇനി അടുത്തത് മിമിക്രി കോമ്പറ്റീഷനാണ്. മിമിക്രി കോമ്പറ്റീഷനായിട്ട് വരാൻ പോകുന്നു സിൻഡോ ചാലക്കുടി ആൻഡ് ശാലൻ. രണ്ടുപേരും നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണ്, സ്വന്തം ആൾക്കാരാണ്. ആ മണിച്ചേട്ടൻ വന്നിരിക്കണത് എന്തുണ്ട് ശാലിനെ? സുഖമല്ലേ? സുഖം. ഇപ്പൊ എവിടെയൊക്കെ ഒരുപാട് വർക്കായിട്ട് കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറുതായി പ്രോഗ്രാമുകളൊക്കെ ചെറുതായി. ശരി, ശാലിന് ആരെയൊക്കെ ചെയ്യാൻ പോണേ? ഇന്ന് ജാഫറൊക്കെ ചെയ്യുന്നുണ്ട്, ലാൽ ജോസ് സാറ്, സിദ്ദിഖ് സാർ. ആഹാ, ബ്രില്യന്റ്. സിൻഡോ, ആരൊക്കെ ഇന്ന് ലിസ്റ്റില്? ഇന്ന് ലിസ്റ്റില് ഹരിശ്രീ അശോകൻ ചേട്ടൻ, മണിച്ചേട്ടൻ ഉണ്ട്, നെൽസൺ ശൂരനാട്. മണിച്ചേട്ടൻ ഉണ്ടെന്നുള്ള വലിയ സർപ്രൈസ് ആണ്. ഓക്കെ, ശാലൻ നമ്പർ പറ. 3. Let's open number 3. മണിയമ്പള രാജ. കുഞ്ഞിന്റെ പേര് പറ. മല മല. ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിനോട് കണ്ടിരിക്കും. പറഞ്ഞങ്ങടെ ഇറക്കി വിട്ടേക്കണം. നമ്പർ 4. Let's open number 4. നിവിൻ പോളി. ആയിഷ, ആയിഷ നിങ്ങൾ നോക്കല ആയിഷ. തല അന്യം നിന്ന് പോവുമല്ലോ എന്റെ കർത്താവേ. തലയെ ഉദ്ധരിക്കാൻ ഇനി ആരുണ്ട്? കല അന്യം നിന്ന് പോവല്ലോ. ഓക്കെ, ശാലൻ നമ്പർ 7. Let's open number 7. ബാലകൃഷ്ണ കൊച്ചല്ല. പോയിക്കോ, അത്രേ ഉള്ളൂ. ഡയലോഗ് അറിയുള്ളൂ. ഓക്കെ, സിൻഡോ നമ്പർ 14. Let's open number 14. ഷാജോ ചേട്ടൻ. അത് കലക്കി. എന്താ അണ്ണാക്കിലൊന്നും പോയ? അണ്ണാക്കിലൊരു പ്രാണി. മതി. Okay, last number 1. Let's open number 1. ലിസ്റ്റിലുള്ള ആളാണ്. ജാഫർക്കടെ അജു വർഗീസ് പറഞ്ഞ എൻ്റെ പൊന്നു മാമച്ച എന്ന ഡയലോഗ് ജാഫർക്ക് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? എന്റെ പൊന്നു മാമച്ച, മാമച്ചനോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത പണിക്ക് പോലെ ഇത് ഞാനേ ഗോവയ്ക്ക് പോകേണ്ട എടുത്ത് വെച്ചേക്കുന്ന കാശാ. ഇതിന്ന് ഞാനൊരു 10 പൈസ തരില്ല മോനെ. നിന്റെ ആയിഷാന്റെ ആ ഗഞ്ചിരടി ശരീരത്തിൽ ആകെ പുറത്ത് കിടന്നിട്ടുണ്ട് കണ്ണ. അത് ഈ തിരക്കിൻ്റെ ഇടയിൽ കണ്ണ് കേട്ട പോയ മൂക്ക് കേട്ട പോയച്ച ഞാൻ എന്നാ പറയാനാ. അജു പറഞ്ഞ ഇതിന്റെ 3 ഡയലോഗ് മിക്സ് ചെയ്ത് ജാഫർ അടിക്ക് കൊടുത്ത്. ലാസ്റ്റ് നമ്പർ സിൻഡോയുടെ നമ്പർ 9. Let's open number 9. കറക്റ്റ് അടിച്ചാൽ സ്വാമിയായി. നിനക്കതൊക്കെ എങ്ങനെയാടാവും സാധിക്കുന്നത്? തിരിച്ചടാ, 3 നമ്പറുകളും കഴിഞ്ഞു. തിരിച്ചേട്ട സ്വാഗതം ചെയ്യാൻ സമയമായി. ലാൽ ജോസ് സാറ്. നീസമാധവൻ എന്ന് പറയുന്ന എൻ്റെ ചിത്രത്തിന് ശേഷം അതിനു മുമ്പായാലും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഫിലിംസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കോമഡി ഉത്സവത്തിനെ കുറിച്ചൊരു ചിത്രം എടുത്താലെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തായാലും എൻ്റെ നല്ല സിനിമകൾ എന്നും ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിട്ടുള്ള നല്ലവരായ പ്രേക്ഷകർക്ക് ഉടൻ തന്നെ അത്തരത്തിലൊരു ചിത്രം പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സിദ്ദിഖ് സാർ. ഞാനും സൈനുദ്ദീനും കലാഭവൻ മണിയൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇത്രയധികം അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നു. വളർന്നു വരുന്ന കലാകാരന്മാരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ഈ കോമഡി ഉത്സവം എന്ന പരിപാടി. ഇതിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഹരിശ്രീ അശോകൻ ചേട്ടൻ, മീശമാധവൻ സിനിമയിലൊരു ഡയലോഗ്. ഈ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മയിട്ടാണ്. എന്ത് രസമായിരുന്നൊക്കെ. സ്കൂൾ പൂട്ടുമ്പോൾ കുറുപ്പം ഭാഷണം അവര് ചക്കരം മാമ്പഴം പഴുത്തും കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞപ്പോൾ മാധവൻ മാവിൽ വലിഞ്ഞു കയറി
മാവിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. പുളിയുറുമ്പടിച്ചവൻ താഴെ വീണിട്ടും 2 ചക്കര മാമ്പഴം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? സൂപ്പർ. അടുത്ത് നെൽസൺ ചേട്ടൻ്റെ ഒരു സ്കിറ്റിനകത്തുള്ളൊരു പാട്ടിൻ്റെ ആണ്. മോനേടാ എൻ്റെ മുഖത്തേക്ക് നോക്കണം നീ കേട്ടോ. മുഖത്തേക്ക് നോക്കിയാലേ പാട്ട് പഠിക്കാൻ പറ്റുള്ളൂ. മരുകേളര ഓ രാഘവ മരുകേളര. ശ്രദ്ധിച്ച് കേൾക്കണം, കൊരവെള്ളി ഞാൻ വലിച്ചു പൊട്ടിക്കും. ഓക്കെ? ഓ രാഘവ മരുകേളര, അതാണ് നോട്ട്. താങ്ക് യു. ഇനി മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ്റെ ജമിനി സിനിമയിലെ ഒരു തമിഴ് ഡയലോഗ്. നീ யாரு பெரிய அலஸ் பாண்டினா இப்போதான் சுகமா இருக்கு. அந்த டிஜிபி கிட்ட போய் சொல்லு பாம்புக்கு மகிடி ஊதிட்டு இருக்கான். பாம்புக்கு காது கேட்காத, என்னைக்கு ஒரு நாள் போட்டுடுவான். நானும் பாம்பு மாதிரிதான். സൂപ്പർ അല്ലേ ചേട്ടാ? എങ്ങനെയുണ്ട് രണ്ടുപേരും? രണ്ടുപേരും നല്ലതാണെന്ന് എത്രയോ തവണ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അരോചകമായിട്ട് തോന്നും അല്ലേ? നന്നായി നന്നായി എന്ന് പറയുമ്പോൾ ഈ മധുരം കൂടി കൂടി എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഷുഗർ കൂടും. അതൊരു അസുഖമായി മാറും. നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. എന്തായാലും പറയണമല്ലോ നമ്മള്. സിദ്ദിഖ് സാറിന്റെ ഇത്തിരി അങ്ങോട്ട് ഭയങ്കര നേരിയതായി പോയി എന്ന് തോന്നണം അല്ലേ? മഴയുടെ ആണോ? ബാക്കി മറ്റു രണ്ടും നന്നായിരുന്നു. പിന്നെ താങ്കളുടെ 3ഉം അടിപൊളിയായിരുന്നു. അത് മണിച്ചേട്ടൻ്റെ ഒരു വെറൈറ്റി സാധനം തമിഴിലേക്ക് കൊണ്ടുവന്നു, ഗംഭീരായി. രണ്ടുപേരും നന്നായിരുന്നു കേട്ടോ. സിൻഡോൻ്റെ ഇതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ ഡയലോഗ് ഞാൻ നേരത്തെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു പുതുമയുണ്ട്, കാരണം തമിഴ് ഡയലോഗാണ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു മണിച്ചേട്ടൻ്റെ തമിഴ് ഡയലോഗ് പറഞ്ഞിട്ട് അവസാനം ചിരിയുടെയൊക്കെ ഒരു വേരിയേഷൻ നല്ലായിരുന്നു. പിന്നെ അശോകൻ ചേട്ടൻ പൊളിച്ചടക്കിയേട്ടാ. അശോകൻ ചേട്ടൻ സൂപ്പറായിരുന്നു. നെൽസനും നന്നായിരുന്നു. 3 സ്റ്റാറുകളും സിൻഡോൻ്റെ നന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ലാൽ ജോസ് സാറ് സൂപ്പറായിരുന്നു. കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് ആർക്കോ വാഗ്ദാനം കൊടുക്കണ കൂട്ടി എനിക്ക് തോന്നി സിനിമ എടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ അതേ ഡിറ്റോ സാധനം. പിന്നെ ജാഫറിൻ്റെ എനിക്ക് തോന്നുന്നത് 1 2 2 ഈ 2 4 എന്നൊക്കെ പറഞ്ഞാൽ അതല്ലാതെ ഒരു വെറൈറ്റി സാധനം കിട്ടി. കാരണം സൈലൻ്റ് ആയിട്ട് നല്ല എന്താണ് NFREs ഒക്കെ ചെയ്യുന്നിട്ട് നല്ലൊരു ബേസ് കൂടിയിട്ട് നല്ല സൈലൻ്റ് ആയിട്ട് ചെയ്തിരുന്നത്. എനിക്ക് ഈ ടിനി പറഞ്ഞ പോലെ തന്നെ എനിക്ക് സിദ്ദിഖ് സാറിനെ കുറച്ച് ട്രിബിൾ കൂടുതലായിരുന്നു കുറച്ച്. അല്ല ട്രിബിള് കൊള്ളത് നല്ലതാണ്. അത് ചില സ്റ്റാറുകൾക്ക് മാത്രമേ ട്രിബിൾ പറ്റുള്ളൂ. എല്ലാവർക്കും ട്രബിൾ കിട്ടില്ല. ട്രബിൾ ഉള്ള ആളാണ്. ട്രിബിൾ കയറി കഴിഞ്ഞാൽ കീറിപ്പോവും. അപ്പൊ അത് കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നു. പക്ഷെ വേരിയേഷനും ആ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ മോഡുലേഷൻ ഒക്കെ നല്ലായിരുന്നു അല്ലേ? ട്രിബിള് കുറച്ച് കൂടുതൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതിന് എനിക്ക് പ്രത്യേകിച്ച് സിൻഡോ, ഷാലിൻ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരാൾക്കും ഒരു അഹങ്കാരവുമില്ല, എല്ലാവർക്കും വിനയം അതുപോലെ തന്നെ ഉണ്ട്. കാരണം ഇവർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ വീണ്ടും വന്ന് ഈ വേദിയിൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവരവരുടെ കഴിവുകൾ തെളിയിച്ച് പോയതാണ്. പക്ഷേ വീണ്ടും വരാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സ്, അതിന് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് വരികയാണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന കാര്യം നമ്മളൊന്നും മറന്നിട്ടില്ല, നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഷാലിൻ കയറുന്നതിന് മുമ്പ് പറഞ്ഞു ചേട്ടാ സിദ്ദിഖ് സാർ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ നമ്മളതിന് വേണ്ടി ശ്രമിച്ചു, അറ്റൻഡ് ചെയ്തു. അത് നമ്മൾ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ ലാൽ ജോസ് സാറ് എടുത്ത 2 സ്റ്റാർ ഗംഭീരമായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മണിച്ചേട്ടൻ ഒരു വെറൈറ്റി ഡയലോഗ്സാണ്. പിന്നെ നെൽസൺ എടുത്തത് എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ. ഇനി പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി ഈ വേദിയിലേക്ക് വരിക, കാരണം എനർജി ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് കയറി അടുത്ത വേദികളിലേക്ക് പറക്കാൻ പോവുകയാണ്. അപ്പോൾ 2 പേർക്കും ഇനിയും ഒരുപാട് അവസരങ്ങൾ, വേദികൾ കിട്ടട്ടെ. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. 2 പേർക്കുള്ള സമ്മാനങ്ങൾ ഹൈബറൽ മെൻസ് ക്ലോതിങ്ങിന്റെ ഷർട്ട്, ഹരിതം ഫുഡിന്റെ സമ്മാനം. തൊഴുതു നിൽക്കാനല്ലാണ്ട് എനിക്കൊന്നും പറയാനുമില്ല, ഞാനൊന്നും പറയണമില്ല. എത്ര മക്കളുണ്ട്? ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ പെർഫോമൻസ് വയസ്സന്മാരെ യാത്ര കൊണ്ടുപോകും. ഇടയ്ക്ക് ഇവിടെ ഇരിയട്ടാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും, അവിടെ ആയിക്കൊണ്ട്. പക്ഷെ എന്നോട് ലോകത്തിൻ
കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ഹൈബറൽ മെൻസ് ക്ലോതിംഗ് ആൻഡ് ഹരിതം ഫുഡ്സിൽ. ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ ആണ്. ശ്രവണ മധുരമായ വേണുനാദത്തിലൂടെ പുതിയ ആസ്വാദന തലങ്ങളിലേക്ക് സംഗീത പ്രേമികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കലായൗവനം അഭിജിത്ത്. കണ്ണൂർ സ്വദേശിയായ അഭിജിത്ത് എറണാകുളം മഹാരാജാസ് കോളേജിലെ 2ാം വർഷ മലയാള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ്. 6 വർഷമായി ഓടക്കുഴൽ വായിക്കുന്ന ഈ കലാതാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തുടർച്ചയായി 3 വർഷം ഓടക്കുഴലിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. കണ്ണൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ മ്യൂസിക് ഫ്യൂഷൻ ബാൻഡുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അഭിജിത്ത്. അഭിജിത്തിന് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹസ്വാഗതം. യൂണിവേഴ്സിറ്റിയിൽ മത്സരിച്ച് സെക്കൻഡ് ആയിരുന്നു അഭിജിത്ത്. 3rd പ്രൈസ്. 3 തവണ കണ്ണൂർ യൂണിവേഴ്സിറ്റി 3rd പ്രൈസ് ആയിരുന്നു. ഇപ്പം MG യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വിൻഡ് ഇൻസ്ട്രുമെന്റ് കാറ്റഗറിയിൽ 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ഏത് പാട്ടാ ആദ്യം? യോധ എന്ന സിനിമയിലെ A.R. റഹ്മാൻ സാർ കമ്പോസ് ചെയ്ത പടകാളി എന്ന പടകാളികളോ? പടകാളി. ഫ്ലൂട്ടിൽ വായിക്കാൻ എന്റെ അമ്മേ. പൊളിച്ചാലി. അടുത്തത് ഇതൊരു ഫ്യൂഷൻ മ്യൂസിക് ആണ്.
കേൾക്കാനല്ലാണ്ട് എനിക്കൊന്നും പറയാനുമില്ല, ഞാനൊന്നും പറയണമില്ല. എത്ര മക്കളുണ്ട്? 9 ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ പെർഫോമൻസ് വയസ്സന്മാരെ യാത്ര കൊണ്ടുപോകും. ഇടയ്ക്ക് ഇവിടെ ഇരിയട്ടാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും. അവിടെ ആയിക്കൊണ്ട്. പക്ഷെ എന്നോട് ചേട്ടാ അഭിമാനം തോന്നുന്നില്ലേ? ചേട്ടൻ പഠിച്ച കോളേജിലെ അടുത്ത പുതിയ പ്രോഡക്റ്റിനെ പറ്റി അല്ലേ? ഏറ്റവും അത്ഭുതമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഓടക്കുഴൽ എന്ന് പറയുന്നത്. കാരണം ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും ഫ്രെറ്റ്, സ്ട്രിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തബലയാണെങ്കിൽ അതിൻ്റെ ടോൺസ് ഒക്കെ ഉണ്ട്. ഇത് വെറുതെ ഒരു മുളന്തണ്ട് മാത്രമാണ്, കുറേ സുഷിരങ്ങളും. അതിൽ നിന്നുമാണ് ഈ അത്ഭുതം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ്. വായുവിനെയും ആ സുഷിരങ്ങളെയും എല്ലാം കൺട്രോൾ ചെയ്തിട്ട് അതിൽ നിന്ന് സംഗീതം ഉണ്ടാക്കുകയാണ്. ശരിക്കൊരു മാജിക്കാണ് ഈ ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഈ ഫ്ലോട്ടിസ്റ്റ് എന്ന് പറയുന്നവർ തന്നെ ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം അവരുടെ മനസ്സിൽ കൂടിയാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് അത്രയും പെർഫെക്ഷൻ ഉള്ളതുകൊണ്ട്, പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് വളരെ കൂളായിട്ടല്ല അഭിജിത്ത് ഇവിടെ ഏതാണ്ട് നിസ്സാരമായിട്ട് മറ്റു പാമ്പും കോണിയും കളിക്കുന്ന പോലെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും സ്ട്രെയിൻ ആയിട്ടൊന്നും കണ്ടില്ല. ഭയങ്കര ഇങ്ങനെയൊന്നും കാണിച്ചില്ല. വളരെ കൂളായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. ശരിക്കും മെജിഷ്യനാണ് നിൽക്കുന്നത് അഭിജിത്ത്. മാസ്മര പ്രകടനം അടിപൊളി കേട്ടോ. ബിജുക്കുട്ടന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും കട്ടിയുള്ള ഒരു വാക്ക് തന്നെ പറയുന്നത്. മാസ്മരം എന്നൊക്കെ അല്ലേ? മർമരം കേട്ടിട്ടുണ്ടോ? മർമരം കേട്ടിട്ടുണ്ട്. അത് കേട്ടിട്ടേ മർമ്മം കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു മർമ്മം കേട്ടിട്ടുണ്ടാ? നന്നായിരുന്നു കേട്ടാ, അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ യോധയിലെ പാട്ട് കിടുക്കി കളഞ്ഞിട്ടാ. അയ്യോ പറയാൻ മറന്നു കേട്ടാ. ഞാൻ പറഞ്ഞോളാം. അല്ല എനിക്കത് എടുത്താ പൊങ്ങാൻ പറ്റാത്ത വാക്കുകളൊക്കെ വിട്ടോളാം. നന്നായിരുന്നു. കാരണം ലാലേട്ടനും അമ്പിളിച്ചേട്ടനും കിടുക്കനായിട്ട് അത് കളിച്ചു വെച്ചേക്കണ സോങ് പാടിയേക്കണത് MG സുമാർ അല്ലെ, ദാസേട്ടനും. അത് നമുക്ക് സിനിമ കാണുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ഫിലിം കാണുന്ന പോലെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വാഗൊണ്ട് പാടുമ്പോൾ കിട്ടുന്നേക്കാൾ കൂടുതൽ സുഖം നിങ്ങൾ നമ്മുടെ ഈ പുല്ലാങ്കുഴിയുടെ കിട്ടിയെന്നുള്ളതാണ്. വളരെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 2 പാട്ട്, കിളിച്ചുണ്ട മാമ്പഴത്തിലെ പാട്ടും അതുപോലെ നമ്മുടെ ദിലീപേട്ടൻ്റെ പടത്തിലെ മീശവതലിലെ പാട്ടും, രണ്ടും നല്ല രസമുള്ള പാട്ടാണ്. ഒരേ താളത്തിൽ കിടക്കുന്ന പാട്ട് അതിമനോഹരമായിരുന്നു. ഈ ഒരു എപ്പിസോഡ് വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് മഹാരാജസിലെ ശ്രീകൃഷ്ണനാവും. അല്ല, മഹാരാജസിലെ മാസ്മര ശ്രീകൃഷ്ണൻ. ഓക്കെ, മാസം നോക്കാൻ പറ്റുമോ? മാസാണ്. ഓക്കെ പ്രജോട്ടാ. അഭിജിത്ത്, ഇവിടെ നിന്ന് മോട്ടിവേഷൻ തരിക എന്നുള്ളതിൽ അതിനെക്കുറിച്ച് കമൻറ്റ് പറയാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഈ അഭിജിത്തിൻ്റെ മനോഹരമായ പ്രകടനം കണ്ട് അഭിജിത്തിൻ്റെ വലിയൊരു ഫാനായി ഞാൻ മാറിയിരിക്കുകയാണ്. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. ഒന്നാമത് ഓടക്കുഴി പോലിരിക്കുന്നൊരു ശരീരം, അതിൽ നിന്ന് വരുന്ന കാറ്റുകൾ എന്തൊക്കെയാണെന്നാണ് അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം പടകാളി ചെണ്ടിച്ചെങ്കിരുന്നൊരു പാട്ട് ഭയങ്കര രസമായിട്ട്, എല്ലാ പാട്ടുകളും ഓരോന്നിനെക്കുറിച്ച് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ തന്നെയല്ലേ യൂണിവേഴ്സിറ്റി വിന്നറാണ്. അതിലുപരി തന്നെ മഹാരാജ് കോളേജിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങുമ്പോൾ ആ കോളേജിൽ പഠിച്ചിരിക്കുന്നവരെല്ലാം മഹാരാപുത്രന്മാരെന്ന് പറയുന്ന പോലെ പേരെടുത്ത ഒരുപാട് പേരുണ്ട്. ഇവിടെ ടിനി ഉൾപ്പെടെയുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. അതുപോലെ മഹാരാജ് കോളേജിൽ എടുത്തു പറയുന്ന ഒരു വലിയ കലാകാരനായിട്ട് അഭിജിത്ത് മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരുപാട് യാത്രകൾ, ഒരുപാട് വേദികൾ കിട്ടട്ടെ അഭിജിത്ത്. നാളത്തെ ഒരു വലിയ താരമായി മാറും. താങ്ക് യു. എനിക്ക് ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇതുവരെ ഫ്ലൂട്ട് പഠിച്ചിട്ടില്ല, ക്ലാസ്സിന് പോയിട്ടില്ല. ശരിക്കും കേട്ടുള്ളൊരു പഠിത്തം മാത്രമാണ്. പക്ഷെ ആ ഒരു കാരണത്താൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പഠിക്കാത്തത് കൊണ്ട് ചില സ്ഥലങ്ങൾ ഇപ്പോൾ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ള കാരണത്താൽ മാറ്റിപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു അവസരം ഈ ഒരു വേദിയോടുകൂടി തിരിച്ചു കിട്ടുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ ശരിക്കും സപ്പോർട്ട്, ശരിക്കും പഠിക്കാതെയാണ് ഇത്രയും ചെയ്തത്. ഹരിതം ഫുഡ്സിന്റെ സമ്മാനം. അപ്പൊ ഹൈബറൽ മെൻസ് ക്ലോത്തിങ്ങിന്റെ ഷർട്ട് കേട്ടോ. അപ്പോൾ ഗംഭീരമാവട്ടെ. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ വേദികൾ കിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മഹാരാജാസ് എന്തായാലും അഭിമാനത്തോടു കൂടിയായിരിക്കും അഭിജിത്തിന്റെ പേര് പറയുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ഹൈബറൽ മെൻസ് ക്ലോത്തിങ് ആൻഡ് ഹരിതം ഫുഡ്സിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗിനായിട്ട് സ്വാഗതം ചെയ്യുന്നു അഷ്ഫാഖ്. ആദ്യമേ തന്നെ സ്പോട്ട് ഡബിംഗിലേക്കാണ്. ആർക്ക് വേണ്ടിയാണ്? ദുൽഖർ സൽമാൻ വേണ്ടി. ആഹാ, കലകി. ഷൂട്ട് ചെയ്യണ ദിവസം ദുൽഖറിന്റെ ബർത്ത്ഡേ ആണെന്നുള്ള പറഞ്ഞല്ലോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അവിടോട്ട് പോയിക്കോളൂ കേട്ടോ.
അർജന്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീം. കഴിഞ്ഞ വർഷം ബ്രസീൽ കപ്പ് കൊണ്ടുപോയി. പക്ഷേ 2006 ഞങ്ങൾ തിരിച്ചു പിടിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദ്ദാം ഹുസൈന. പുഷി വിചാരിച്ച അങ്ങനെ എന്നുള്ള ആൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. സാറേ, വഴിയിൽ നിന്ന് വിളിച്ചിങ്ങരുന്ന് വരാതിരിക്കരുത്. ഞാനതങ്ങ് ഉറപ്പിച്ചു. ഉറപ്പിക്കുന്നതിന് മുമ്പ് സ്ഥല SI ഒക്കെ അറിയിക്കേണ്ട സകാലം. ഉറപ്പിക്കാനുള്ള പരിപാടി ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ. എന്നെ മുതലാളി നിൽക്കരുത്. ഐ എം എ സോഷ്യലിസ്റ്റ്. ജോമോൺ ഡേവിഡ്സൺ, ഈ വിൻസൻ മോണ്ടസിന്റെ. അതെ, പോയി ജോലി ചെയ്തോളൂ. ബെല്ലൊക്കെ ഞാൻ അടിച്ചോളാം. ഷഹാന, ഷഹാന, മതി, എനിക്ക് ഇത്രയും മതി. എൻ്റെ മനസ്സറിഞ്ഞല്ല, എൻ്റെ മനസ്സ് നിറഞ്ഞ്. ഷഹാന, നീ കേക്കണ്ട? വാനം തിളതിളക്കണ ഭൂമി പറപറക്കണ ലോകം അതിരളിയണ കാലം ഇത്. ദൂരം അരികരികില് വേഗം ചിറകടിയില് മാറി തിരതിരക്കണ ഗതിവിഗതിൽ. തൊഴുതു നിൽക്കാനല്ലാണ്ട് എനിക്കൊന്നും പറയാനുമില്ല, ഞാനൊന്നും പറയണമില്ല. എത്ര മക്കളുണ്ട്? 9 ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ പെർഫോമൻസ് വയസ്സന്മാരെ യാത്ര ഉണ്ടോ ഇടയ്ക്ക് ഇവിടെ ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും. അവിടെ ആക്കൊണ്ട്. പക്ഷെ എന്നോട് സ്വപ്ന ലോകത്തിൻ അഷ്ഫാഖ് നമ്മളെ ശരിക്കും ദുൽഖർ സൽമാന്റെ ഒരു കരിയർ ജേണിയിലൂടെ കൊണ്ടുപോയി അല്ലേ? ശരിക്കും വന്ന ഉടനെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയല്ലേ? സാധാരണ ഇവിടെ കോമ്പറ്റീഷന് പങ്കെടുത്ത് പതുക്കെ ടോപ്പ് ഡബിലേക്ക് എത്തുന്നത്. വന്ന ഉടനെ എടുത്ത് ഒറ്റൊരു ചാട്ടം വെള്ളത്തിലേക്ക് നീന്തി കയറി. വെറുതെ അല്ല, ഒന്നാമനായിട്ട് നീന്തി കയറി. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം സെക്കൻഡ് ഷോ അല്ല, പഴയ ദുൽഖറിന്റെ സൗണ്ട് കറക്റ്റ് വോയിസ് ആയിരുന്നു. അപ്പം ഞാൻ കരുതി പുതിയതോട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ സൗണ്ട് തന്നെ ആയിരിക്കും എന്ന് കരുതി. പക്ഷേ അതല്ല കേട്ടോ, ഇപ്പോഴത്തെ സൗണ്ടും അപ്പുറത്തെ പഴയ സൗണ്ടൊക്കെ വളരെ മോഡുലേഷൻ നന്നായിട്ടൊക്കെ ചെയ്തിരുന്നു. അതും ഇതുമായിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു സൗണ്ടിന്. പിന്നെ പാട്ട് പാടൊന്നും ഒരിക്കലും കരുതില്ല, പാട്ട് പൊളിച്ചടിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ദിവസം. ഞാൻ ആദ്യമായിട്ട് ആ മൈൻഡ് പവറിന് ഒരു നല്ല കൈയ്യടി തരാണ്. കാര്യം ഈ വേദിയിൽ വന്ന് ഇതിന് പറഞ്ഞ പോലെ മിമിക്രിയൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് സ്പോട്ട് അപ്പ് ചെയ്യുന്നത്. ഇവിടെ വന്ന് വളരെ എനർജിയോടുകൂടി ദുൽഖറിൻ്റെ ഒരു സിനിമ, കുറേ സീനുകൾ നമ്മൾ കണ്ടു. അതൊരു സിനിമ കാണുന്ന പോലുള്ള ഫീലാണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടത്. ആ പാട്ട് വരെ, അവസാനം വന്ന പാട്ട് വരെ, അതൊക്കെ പരീക്ഷണമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം. പക്ഷേ അതൊക്കെ വളരെ പെർഫെക്ഷനായിട്ടൊന്നും ഒരു ടെൻഷനും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് അഷ്വാഖ് ഇവിടെ അനുകരിച്ചു. ഇനിയും ഇതുപോലെ ഒരുപാട് ഞെട്ടിക്കുന്ന സ്പോട്ട് അപ്പുമായിട്ട് വരിക. ദുൽഖറിന്റെ ഒക്കെ അതേ നടപ്പൊക്കെയാണ് കേട്ടോ, കണ്ടായിരുന്നു. ഇവിടുന്ന് വരുന്നൊക്കെ ദുൽഖർ ഭയങ്കര എനർജി പേരാണ്. സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പോലും വളരെ ഇതാണ്. അതേ ഒരു എനർജിയാണ്. ഇത് കീപ്പ് ചെയ്യുക, ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഗംഭീരായി. അതിനുള്ള സമ്മാനമുണ്ട്. ഹൈബറൽ മെൻസ് ക്ലോതിങ്ങിന്റെ ഷർട്ട്, ഹരിതം ഫുഡിന്റെ സമ്മാനം. കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ ഹൈബറൽ മെൻസ് ക്ലോതിങ് ആൻഡ് ഹരിതം ഫുഡ്സിൽ ഇനി അടുത്ത ഒരു വളരെ സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വരാൻ പോകുന്ന കുട്ടികളെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ഒന്ന് വീഡിയോ പ്രൊഫൈൽ കാണാം. പ്രായം തളർത്താത്ത കലാമികവുമായി വേദികളിൽ കൗതുകമുണർത്തുന്ന നൃത്തരൂപങ്ങൾ ഒരുക്കുന്ന കലാസംഘം, പുതുവൈപ്പ് വയോജന സംഘം. ഒരു കൂട്ടം വീട്ടമ്മമാരുടെ ഈ കലാകൂട്ടായ്മ ഇന്ന് കൂടുതൽ ജനശ്രദ്ധയാകർഷിച്ച് മുന്നേറുകയാണ്. കുടുംബശ്രീ പരിപാടികളിലും പഞ്ചായത്ത് തല പ്രോഗ്രാമുകളിലും തങ്ങളുടെ നൃത്തവിസ്മയങ്ങൾ ഒരുക്കുന്ന പുതുവൈപ്പ് വയോജന സംഘത്തിൽ 8ഓളം കലാകാരികളാണ് അണിനിരക്കുന്നത്. പ്രായം കലയ്ക്ക് തടസ്സമല്ലെന്ന് തങ്ങളുടെ പ്രകടനങ്ങളിലൂടെ തെളിയിക്കുന്ന ഈ കലാസംഘത്തെ ചിരിയുടെ ഈ മഹോത്സവ രാവിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. പേരും പ്രായവും പറയൂ. രത്നവല്ലി ചന്ദ്രൻ 65 വയസ്സ്. ആ കൈയടിക്കണം ഓരോരുത്തരുടെ പേര്. ഗ്രേസി ഉണ്ണികൃഷ്ണൻ 60 വയസ്സ്. കുറച്ച് പറഞ്ഞ അല്ലി വിശ്വംബരൻ 60 വയസ്സ്. ആ വരാ സമയമുണ്ട്. ശശികല പൊന്നൻ 60 വയസ്സ്. അമ്മണി 69 വയസ്സ്. ചന്ദ്രവല്ലി 70 വയസ്സ്. ഫിലോമിന ആന്റണി 60 വയസ്സ്. ഇനി ഈ കൂട്ടത്തിലേക്ക് ഇടലും. പേരെന്താ അമ്മയുടെ? എന്റെ സെലിൻ ജോർജ്. സെലിൻ ജോർജിന്റെ പ്രായം എത്രയായി? 79 ആയിട്ടുള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. 80 വയസ്സ് ഇവിടെ വെച്ച് അങ്ങാട് പോയില്ലെങ്കിൽ ആഘോഷിച്ചു നമുക്കൊരു കേക്ക് തട്ടണം. നമുക്കൊരു കാര്യം ചെയ്യാം. 80 വയസ്സിന്റെ ആഘോഷം നടത്തണം. അത്രല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് നടത്തിക്കളയാം. ഇപ്പൊ തന്നെ കേക്ക് കിട്ടിയിട്ടല്ലോ. അയ്യോ അപ്പൊ തികയാതെങ്ങനെ പാടില്ല. ആയുസ് പറയും. ചെറിയ തെറ്റ് എന്റെ ഭാഗത്തുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഡാൻസ് അല്ലേ ഇന്ന് ചെയ്യാൻ പോണേ? അപ്പൊ ആ ഡാൻസ് നമുക്ക് കാണാം. ഇവരുടേതായ രീതിയിൽ പഠിച്ചെടുത്ത ഡാൻസാണ്. അതിനകത്ത് ചിലപ്പം ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. ക്ഷമിക്കുക, സഹിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പല വേദികളിൽ ജോലി ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഒന്നിച്ചുകൂടി അവർക്ക് കിട്ടിയ സമയം കൊണ്ട് പഠിച്ചതാണ്. പക്ഷേ നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ഇത് കാണിക്കണം എന്നുള്ളത്. ഇവര് പ്രോപ്പറായി വൈപ്പിനിൽ നടന്ന ഓഡിഷനിൽ പങ്കെടുത്ത് വന്ന ആൾക്കാരാണ്. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. Twinkle, twinkle, little star, how I wonder what you are. Twinkle, twinkle, little star, how I wonder what you are. Up above the world so high, like a diamond in the sky. മിഠായി പൂമരത്തുമ്മേ കണ്ടോ കണ്ടോ മിഠായി. കയ്യാലും നീ മരത്തുമ്മേ തൊട്ടാ വീഴും മിഠായി. കൊണ്ടേ വന്ന വാരിക്കൂട്ടം മിഠായി. വീട്ടിനൊക്കെ കേട്ടോ കുട്ടി കിട്ടും മിഠായി. മിഠായി പൂമരത്തുമ്മേ കണ്ടോ കണ്ടോ മിഠായി. என்ன தெக்லிஸ்ட் இந்த ஆட்டம் பாட்டம் கிட்டலாம் உனக்கு வேலை கிடைச்சிச்சா? உனக்கு ஆனா இதெல்லாம் நம்ம தப்பு இல்ல. இந்த இடம் இருக்கிற அழுக்க உருவாக்கி இந்த அழுக்குலயே ஊறி போனதோ இவனுங்கள மாதிரி ஆளுங்க. இவனுங்களெல்லாம் பார்த்தாலே விரட்டி விரட்டி
അതാ ഈ കുട്ടി കരയണു. ആശേ കുട്ടി കരയണു. ആരുടെ കുട്ടി മിണ്ടല്ല മക്കളെ. കുട്ടി ഒന്നും എന്താ മിണ്ടുന്നില്ല. കുട്ടി കരയണേ? ആ മാഷി വഴക്ക് പറഞ്ഞോണ്ടാണോ? ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താ കരയണേ? സന്തോഷം. ആദ്യമേ തന്നെ നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ കാണിച്ച മനസ്സുണ്ടല്ലോ. അതെ അതെ. നീ അതിന്റെ ഒക്കെ മോളിൽ നിൽക്കുന്നത് ഈ പ്രായത്തില് നിങ്ങൾ എടുത്ത് കാണിച്ച എനർജി, അത് നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ പ്രായത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. ആദ്യമേ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം എന്തിട്ടാണ്? ഈ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അനുഭവം നല്ല കൈയടിച്ച് പിള്ളേര് ഒക്കെ പിള്ളേരല്ലേ ഇരിക്കണ. ആ ചെക്കന്മാരെടുത്ത് പൊക്കിയപ്പോ എന്തോ ഡയലോഗ് പറഞ്ഞിട്ടല്ലോ. അപ്പൊ ഒരു കാക്കിലോനേ ഉള്ളു, പിന്നെ പൊക്കിയാലെന്താണ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്കൊന്നും പറയാനില്ലേ, എല്ലാം നിങ്ങ തന്നെ പറ. എന്തെങ്കിലും ഒന്ന് വല്ലതും പറ. എല്ലാ കാലുകളും തൊട്ട് വണങ്ങുന്നു. അല്ല, അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം നിങ്ങൾ ഈ കാണിച്ച എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള എത്ര അമ്മമാർക്കാണ് അല്ലേ പ്രചോദനമാവുന്നത്. ഒരിക്കലും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടതൊന്നുമല്ല നമ്മുടെ ജീവിതം. നമ്മളെ അല്ലേ ഓരോ ദിവസവും നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ്. ആ ഓരോ ദിവസവും നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങൾക്കൊരു ഉപദേശം തരാനോ നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാനോ ഒന്നും അർഹനല്ല. കാരണം ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ പെർഫോമൻസ് നിങ്ങളുടെ ഇരിക്കും. നമുക്ക് മാഷിനോട് ചോദിക്കാം അല്ലേ, ഇതെങ്ങനെയാണ്? ഇത് ഞങ്ങള് ഓഡിഷനിൽ വന്നാണ്. അതെ, ഇതെങ്ങനെ? ഈ കൂട്ടായ്മ എന്താണ്? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ESSന്റെ കീഴിൽ വയോജനങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ ESS എന്ന് പറഞ്ഞ എറണാകുളം സർവീസ് സൊസൈറ്റി. അപ്പൊ അവര് ഞങ്ങൾ ഓരോ വയോജന ദിനങ്ങളിലും ഞങ്ങളോടൊരു പരിപാടി അവതരിപ്പിക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ ഓരോ പരിപാടി പള്ളിയിൽ മാത്രമല്ല, അങ്ങനെ ഓരോ ക്ലബ്ബുകളിലും പഞ്ചായത്തുകളിലും അങ്ങനെ ചെറുതായിട്ടൊക്കെ കളിച്ചു പോന്നു. ഇപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞാലും കളിക്കാൻ തയ്യാറായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇതിന് പ്രചോദനം. ഈ ലാസ്റ്റ് ഐഡിയ ഇല്ലേ, അതായത് മുണ്ട് വലിച്ചു വരണോ എന്നുള്ളത്, അത് ആരുടെ ഐഡിയ? അത് മുണ്ട് സാറിന്റെ മുണ്ട് വലിച്ചു? ഞങ്ങളുടെ മാഷിന്റെ, ഞങ്ങളെ പഠിപ്പിച്ച മധു. അത് ഏത് മാഷാണത്? ഇങ്ങോട്ട് വന്നോ. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ശരിക്കും. ഞാൻ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്ന അമ്മമാരെല്ലാവരെയും. അപ്പോൾ ശിവചേട്ടനാണ് പറഞ്ഞ ഒരു പെർഫോമൻസ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിചാരിക്കണം ഞാൻ അമ്മമാരെ പഠിപ്പിക്കാൻ വേണ്ടിയിൽ. ഒരുപാട് സന്തോഷം. അതുപോലെ ചോദിക്കട്ടെ, എന്തായിരുന്നു ഇതിനു മുമ്പ് ജോലി ചെയ്യായിരുന്നോ? ഞാൻ PWDയിൽ ക്ലർക്കായിട്ട് കയറിയതാണ്. അത് ശരി. ഇവരെല്ലാം പല മേഖലകളിൽ. അതെ, തൊഴിലുറപ്പുകാരുണ്ട്, വീട് പണിക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തായിരുന്നു ജോലി? എനിക്ക് അടുക്കള പണി. എത്ര മക്കളുണ്ട്? 9 5 ആണ് 4 പെണ്ണും. എല്ലാത്തിന്റെ പരിപാടിയും കഴിഞ്ഞു. ഇത്രയും മക്കളുണ്ടെ പിന്നെ നമ്മളെന്തിനാണ് അടുക്കള പണി ചെയ്യണം? അവരെ കൊണ്ട് ചെയ്യിച്ചൂടെ? അവര് ചെയ്യുമ്പോ നോക്കിക്കണ ശരിയല്ല, നീർക്കെട്ടും. അപ്പൊ അടുക്കള കയറി പണിയെടുക്കും. ഞാനേ വെറുതെ ഇരിക്കൂല. ഒന്ന് മുറ്റമൊക്കെ ചിക്കി 2 വെളുക്കാത്ത പാത്രമൊക്കെ തേച്ച് കഴുകി ഒന്ന് അരച്ച് അങ്ങനെയൊക്കെ ഈ കൊച്ചിരാങ്ങളക്കാരൻ തൂർണ മാതിരം മിക്സിയിലിട്ട് അടിക്കണ പണി എനിക്കില്ല. കല്ലും വെച്ചരക്കും. പണ്ടത്തെ അല്ല ഞാൻ,
പണ്ടത്തതാണ് ഞാൻ, ഇപ്പോഴത്തതല്ല. ഇപ്പൊ പ്രസവിച്ചിങ്ങോട്ട് കഴിഞ്ഞാൽ മുലകൊടുക്കേണ്ട പരുവത്തിൽ കൊച്ചിറാങ്ങളെ ഒരു പൂട്ടുകുത്തും വെച്ച് ഒരു കണയിൽ കുറച്ച് വെള്ളവും നിറച്ച് ടീച്ചർമാരെ അങ്ങോട്ട് തള്ളിക്കൊടുക്കും. എന്നാ നോക്കിക്കോ, മാസത്തിൽ കാശ് അങ്ങോട്ട് എണ്ണിക്കൊടുക്കും. പിന്നെ ഒരു കാര്യം, വയസ്സന്മാരെ യാത്ര കൊണ്ടുപോകും. നമുക്ക് അവിടെ പോകാമേ ഇവിടെ പോകാമേ എന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ല. ഇടയ്ക്ക് ഇവിടെ ഇരിയട്ടാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകും, അവിടെ ആക്കിക്കൊണ്ട്. പക്ഷെ എന്നോട് നടക്കൂല അത്. നിർത്തിക്കൊണ്ട് ഞാൻ വീട് പിടിക്കും. നിർത്തും. ഒരു പ്രാവശ്യം നിർത്തി കഴിഞ്ഞാൽ പിന്നെ പരിപാടി അവസാനിച്ചു, പിന്നെ കൊണ്ടുപോകില്ല. അമ്മ തമാശക്കാണത് പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ, ആ സംഭവം ഇവിടെ ഒരുപാട് നടക്കണുണ്ട് കേട്ടാ. ഒരുപാട് അമ്മമാരെ ഇതേപോലെ ഒരു വയോജന സഖി എന്ന് പറയുമ്പോൾ അവർക്കറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ കേൾക്കണല്ലേ. എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങ് ആക്കിയിട്ട് പോകുന്ന ഒരുപാട് മക്കളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ. ഇതില് ഈ കൂട്ടത്തിൽ ആരുടെയോ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലോ, അതെന്താ കല്യാണം കഴിക്കാത്ത? ഞാൻ എൻ്റെ വീട്ടിൽ മൂത്ത മകളാണ്. അപ്പം ഞങ്ങളുടെ അപ്പം ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ അവരെ വളർത്താൻ വേണ്ടി കല്യാണം കഴിക്കാതെ പല ജോലിക്കും ഇപ്പം ഞാൻ വീട്ടുപണിക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞപ്പോൾ എനിക്ക് ആരുമില്ല, എല്ലാവരും കല്യാണം കഴിച്ചു പോയി. ഞാനൊരു അനുജത്തിയുടെ കൂടെ, അവളുടെ മകളും ഭർത്താവും പിള്ളേരുടെ കൂടെ ഉള്ളത്. അനുജത്തി മകളും ഭർത്താവും പിള്ളേരും അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ഇപ്പോഴും അമ്മ വീട്ടു ജോലിക്ക് പോകുന്ന സത്യമാണോ? സത്യമാണ്, വീട്ടുജോലിക്ക് വേണം. കാരണം ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല സാറേ. കാരണം അവർ കുടുംബമായിട്ട് ഇരിക്കുന്ന ആളുകൾ. അപ്പം ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പറ്റണ കാലം വരെ ജോലിക്ക് പോകണം, അതാണ് വേണം. എല്ലാവരുടെയും ഇപ്പോൾ ഇതിനകത്ത് ഓരോരുത്തർക്കും ചോദിച്ചാൽ ഓരോ കഥകളുണ്ടാവും നമുക്ക് കേൾക്കാനായിട്ട്. അവരിത്രയും വർഷം ജീവിച്ചതെന്ന് പറയാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ചേട്ടാ അവർക്ക് വേണ്ടി എനിക്കിങ്ങനെ തൊഴുതു നിൽക്കാനല്ലാണ്ട് എനിക്കൊന്നും പറയാനുമില്ല, ഞാനൊന്നും പറയണമില്ല. അല്ല, വേറൊന്നുമല്ല, 60-നും 80-നും വയസ്സിനിടയിലുള്ള ആളുകളാണ് ഇത്ര പവർഫുള്ളായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിൻറ്റുമോനെ ഉണ്ടാ. ടിൻറ്റുമോൻ തകർത്ത് കളഞ്ഞിട്ടാ. എത്ര? 79? 79? എത്ര? 79 അല്ലേ? ഞങ്ങള് അടിപൊളിയാക്കൂടെ, അതെടുത്ത് ആരും വരില്ല കേട്ടാ തിന്നാൻ. അല്ലല്ല ടിൻറ്റുമോനെ, നമുക്ക് അടിച്ചു പൊളിക്കണം. നമുക്ക് കട്ട് ചെയ്യും. വരുവോ? പിന്നെ ഇവിടെ കട്ട് ചെയ്യാം നമുക്ക്, അല്ലേ? വാക്കാണോ? അല്ല വാക്കല്ലേ, അല്ലേ? വാക്കാണ്. ആ, നമ്മൾ ഇവിടെ ആഘോഷിക്കും. ഞാൻ അങ്ങോട്ട് വരും, നമുക്ക് ഡാൻസ് കളിക്കാം. വാ. ഞാൻ എഴുന്നേറ്റ് ഒന്ന് സംസാരിക്കാം, അതാണ് നല്ലത് അല്ലേ? ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് അങ്ങ് തരികയാണ് ഓൾ ടീം. അതിപ്പോൾ നമ്മുടെ ടിൻറ്റുമോൻ അമ്മ പറഞ്ഞിരുന്നിട്ട് തുടങ്ങുകയാണ്. കാര്യം അമ്മ പറഞ്ഞു 9 മക്കളുണ്ടായിരുന്നു. വരാൻ മടി കണ്ടിട്ട് പറഞ്ഞു പോയത്. അവിടെ നിന്ന് വരാനുള്ള മടി കണ്ടിട്ട് പറഞ്ഞു പോയതാണത്. അല്ല, ഞാൻ ഓർക്കരുത് ഇതിലെ നമുക്ക് ഈ അമ്മ തന്നെ ആദ്യം പറഞ്ഞു ഒരുപാട് പേര് ഇങ്ങനെ, അല്ല മക്കൾ 9 പേരുണ്ട്, പിന്നെ അടുക്കളയിൽ ഇരിക്കുകയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആരും കാണാൻ പറ്റില്ല, ഇവിടെ ഇരുന്നാലും ആലോചിക്കണത്. അല്ല, ഇത് എല്ലാ ആൾക്കാരും കാണണ്ട. ടിൻറ്റുമോനൊന്ന് മുഖത്തോട് മുഖം കാണാൻ വേണ്ടിയിട്ടാണ്. അല്ല, കോമഡി ഉത്സവത്തിലെ, നമ്മുടെ കോമഡി മഹോത്സവത്തിലെ അല്ലെങ്കിൽ ഉത്സവത്തിലെ രത്നങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കേണ്ട ഇത്രയും ആൾക്കാരാണ് നമ്മുടെ യഥാർത്ഥ കോമഡി രത്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ടിൻറ്റുമോൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാര്യം ഇപ്പോൾ ഒരുപാട് പേര് ഈ പ്രായത്തിലൊക്കെ കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് വീട്ടിൽ അടങ്ങിക്കൂടേണ്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ അടുക്കളയിലല്ല അരങ്ങിലാണ് അടിച്ചു പൊളിക്കേണ്ടതെന്ന് തെളിയിച്ച ഇത്രയും രത്നങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാഷ് ഇല്ലേ? അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇഞ്ഞും വരും ഞാൻ. അതായത് ബിരിയാണി, ചപ്പാത്തി, ഇഡ്ഡലി സമയാസമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കണം. നിർക്കട്ടായി ഈ വൃത്തിയിട്ട സ്ഥലത്ത് സമയാസമയത്ത് എല്ലാപ്പോഴും ഭക്ഷണം കിട്ടും. അത് കാരണം വണ്ണം വെച്ചു. ഇവിടെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഡയറ്റിംഗ് ഒക്കെ ഉള്ളത്. ഇവിടെ സമയാസമയത്ത് ചപ്പാത്തി, ബിസ്ക്കറ്റ്. അടിപൊളി സുഖം. കോമഡി ഉത്സവത്തിൽ ഈ പരിപാടി നടത്തിക്കോളാം കേട്ടല്ലോ. വീട് കാണണ്ട. നമ്മള് ഒരു സിനിമയുണ്ട്, ഇരട്ടിയിലെ പിടികിട്ടാപ്പള്ളി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പൊ ആ സിനിമയിലെ ഫസ്റ്റ് ഓപ്പണിംഗ് ഒരു കല്യാണത്തിന്റെ ഒരു ഡാൻസ് ഉണ്ട്. അതിനകത്ത് ഡാൻസ് എവരെ വെച്ച്
പിന്നെ ഡാൻസിലല്ല, സോറി, ഒരു സീനിനകത്താണ് ഇവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഡാൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആരാണെന്ന് അറിയാമോ? ഇവരെല്ലാരും. ആദ്യം മാഷിന്റെ പാട്ട്. കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. കരിക്കൊടിത്തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. നമുക്കിത് എല്ലാത്തിനും കൂടി തീർക്കുമ്പോൾ ഒരു ഡാൻസ് വേണം. ഹൈബറൽ മെൻസ് ക്ലോത്തിങ്ങിന്റെ സമ്മാനം ഹരിതം. ഒരു ഒറ്റ കാര്യം പറയണ്ടേ, എന്താന്ന് വെച്ചാലേ പലപ്പോഴും നമുക്ക് ഈ മക്കൾക്ക് പലപ്പോഴും അമ്മമാർത്തോ അച്ഛന്മാർത്തോ അവർക്കെന്തെങ്കിലും ഒന്ന് ഡാൻസ് ചെയ്യണമെന്നോ പുറത്ത് പോയി ഒരു പാട്ട് പാടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ മക്കളെ റെസ്ട്രിക്റ്റ് ചെയ്യും. മക്കൾ പറയും, അതായത് വെറുതെ എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത് അവിടെ ചെന്നിട്ടെന്ന് പറയും. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാത്ത മക്കളുള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ മക്കളെ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവർക്കിത് സാധിച്ചത്. അപ്പം ഞാൻ പറയണത് കണ്ടിരിക്കുന്ന ആൾക്കാരും അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ടാലൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ വേദികളിൽ എത്താൻ പറ്റും, ഇതേപോലെ ഇവിടെ നിന്ന് തിളങ്ങാൻ പറ്റും അല്ലേ? അതിനുള്ള പ്രോത്സാഹനം ഉണ്ടാവണം കേട്ടോ. അപ്പൊ ഡാൻസ് ചെയ്യല്ലേ? വെള്ളം ഉണ്ട് ഇവിടെ. ಸ್ವಪ್ನ ಸುಂದರಿ ನಂದನೆ ನಾ ಸ್ವಪ್ನಲ್ಲೋ ತಿಂತೇಂತಾನೆ ಸ್ವಪ್ನ ಸುಂದರಿ ನಂದನೆ ನಾ ಸ್ವಪ್ನಲ್ಲೋ ತಿಂತೇಂತಾನೆ ರಾಂದಲ್ ದಿನಲಿಲೆ ಜೊಲಿಪೇನೆ ಸೋಂಬಲ್ ಇಲ್ಲವಲೆ കളിപ്പേനെ വീണ്ടും 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 തോണ്ടും നെഞ്ചിൽ തോன்றும் തോன்றுം തോன்றுം நான் സ്വപ്ന സ്വപ്ന സുന്ദരി സോഹു കളിക്കും കളിക്കും മന്ദിരി ഞാൻ സ്വപ്ന സ്വപ്ന സുന്ദരി സോഹു കളിക്കും കളിക്കും മന്ദിരി സ്വപ്ന സുന്ദരി സ്വപ്ന ലോകത്തിൻതേന്താനെ സ്വപ്ന സുന്ദരി നന്ദനെ. അപ്പൊ അടുത്ത കോമഡി ഉത്സവത്തിൽ കാണും വരെ
Everyone, take care and bye.